ബഡ്സ് സ്കൂൾ. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് 2017 ഡിസംബർ 3 പരവക്കൽ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലാണ്. പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ആശ്രയം എന്ന നിലക്കാണ് ആയത് സ്ഥാപിച്ചത്. 2020 ജൂൺ 10 ചൊവ്വാണ കലാകേന്ദ്ര കെട്ടിടത്തിലേക്ക് ബഡ്സ് സ്കൂൾ പ്രവർത്തനം മാറ്റി. 5ഓളം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയത്തിലുണ്ടായിരുന്നത്. പിന്നീട് വാഹന സൗകര്യം ഏർപ്പെടുത്തിയതോടെ കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു. 2023 ജൂൺ 26 സ്വന്തമായി കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പരമാവധി മാനസിക പിരിമുറുക്കം കുറക്കുന്നതിന്റെ ഭാഗമായി കുടുംബസംഗമവും പഠനയാത്രകളും എല്ലാ മാസവും സംഘടിപ്പിക്കുന്നു. പുഴക്കാട്ടിരി ബഡ്സ് സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വാണ ഗവൺമെൻറ് LP സ്കൂൾ കോമ്പൗണ്ടിലാണ്. നമ്മുടെ ഈ ബഡ്സ് സ്കൂൾ എന്ന് പറയുന്നത് മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള ഒരു അഭയകേന്ദ്രമാണ്. അവരെ പഠിപ്പിക്കാനും അവർക്ക് വേണ്ട റിക്രിയേഷൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട മാനസിക ഉല്ലാസം നൽകുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് നമുക്കുള്ളത്. ഈ ബഡ്സ് സ്കൂളിൽ ഇപ്പോൾ നമുക്കിവിടെ നിലവിൽ 32 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ അവരുടെ വീടുകളിൽ 4 ചുമരുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന മക്കളാണ്. അവർ മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഓട്ടിസം, സെർബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ മുതലായ പല അസുഖങ്ങളും ഉള്ള ഈ കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും അതുപോലെ തന്നെ അവർക്കുള്ള മാനസിക ഉല്ലാസവും ഒക്കെ നൽകുന്ന ഈ സ്കൂള് എന്തുകൊണ്ടും നമുക്ക് ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഞങ്ങളിവിടെ കാഴ്ചവെക്കുന്നത്. അതിന് നമുക്കുള്ള പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവിധ സഹായവും സപ്പോർട്ടും നമ്മുടെ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നമുക്ക് നൽകുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവരെ വീട്ടിൽ നിന്ന് എത്തിക്കാനും വീട്ടിലേക്ക് കൊണ്ടുവിടാനും വേണ്ടി നമ്മൾ വാഹനം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ പലപ്പോഴും അവർക്ക് ഒരു മാനസിക ഉല്ലാസം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളവർക്ക് വിനോദയാത്രകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഊട്ടിയിലൊക്കെ വിനോദയാത്ര പോയിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്കും അവരെ കൊണ്ടു നടക്കാൻ പ്രയാസമുള്ള കുട്ടികളായതുകൊണ്ട് അവരെ സംരക്ഷിക്കാനും അവരെ കൊണ്ടു നടക്കാനൊക്കെ അവരുടെ രക്ഷിതാക്കളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ വലിയൊരു ബസ്സിലൊക്കെ നമ്മൾ വിനോദയാത്ര സംഘടിപ്പിച്ചത്. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ 2017 ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിലാണ് ബഡ്സ് റീഹാബിൽ സെൻ്റർ തുടക്കം കുറിച്ചത്. പഠനം തുടങ്ങുമ്പോൾ ആകെ 5 കുട്ടികളെ വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. ഇന്ന് 33 കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. 24 പേര് സ്ഥിരം വരുന്ന കുട്ടികളാണ്. വൊക്കേഷണൽ ട്രെയിനിങ് ആയിട്ട് നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അതിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ മുഴുവൻ സപ്പോർട്ടും നമുക്ക് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവരുടെ കഴിവുകൾക്കനുസരിച്ച് പ്രകടമാക്കുകയും ചെയ്യുന്നു. പുഴക്കാട്ടിരി പഞ്ചായത്തിലെ മുഴുവൻ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും വിവരശേഖരണം പഞ്ചായത്ത് ആഭിമുഖ്യത്തിൽ NSS വളണ്ടിയർമാരുടെ സഹായത്തോടെ പൂർത്തിയാക്കി. വിവിധ തരത്തിലുള്ള വൈകല്യങ്ങൾ നേരിടുന്നവരെ പ്രത്യേകം പഠനം നടത്തിയും അഭിരുചി അനുസരിച്ചും ഭിന്നശേഷി തോതനുസരിച്ചും കാറ്റഗറിയായി തിരിച്ച് അവരെ സമൂഹത്തിനു മുന്നിൽ സാധാരണ ആളുകളെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ പഠനം, തൊഴിൽ, ജീവിത രീതി എന്നിവയ്ക്ക് അവരെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള നൂതന പദ്ധതി ചിരാത് പഞ്ചായത്ത് ആരംഭിച്ചു. ഞാൻ അരുണിൻ്റെ അമ്മയാണ്. പുഴക്കാട്ടിരി ബഡ്സ് സ്കൂളിലെ കുട്ടി പഠിക്കണത്. 5-6 വർഷമായി മോൻ പോവൽ തുടങ്ങിയിട്ട്. മോന് ആദ്യം ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. നടക്കാനും ചോറ് വാരി കഴിക്കാനും വെള്ളം കുടിക്കാനും അതിനൊന്നും കഴിയില്ലായിരുന്നു. ഇപ്പം എല്ലാത്തിനും കുറേ മാറ്റങ്ങളുണ്ട്. ഒക്കെ അങ്ങനെ ശരിയായി വരുന്നുണ്ട്. ഇപ്പോൾ ചോറ് വാരി കഴിക്കും, നടക്കും. പിന്നെ ഞങ്ങൾ ടൂറ് കൊണ്ടുപോകലുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവരും നല്ല ഇതിലാണ് ഞങ്ങളെ കൂടെ നിൽക്കലുണ്ട്. ഭരണസമിതി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ കൂടെ സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ കാലത്തൊരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്കൊരു പുഴക്കാട്ടിരി പഞ്ചായത്തിലൊരു ബഡ്സ് സ്കൂൾ വരിക എന്നുള്ളത്. ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ ആയിട്ട് ഇങ്ങനെ പറയലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് നല്ലൊരു സ്കൂളായി കിട്ടി സമിതി വന്നപ്പോൾ. പിന്നെ എല്ലാ രക്ഷിതാക്കൾക്കും നല്ലൊരു സന്തോഷമാണ് സ്കൂൾ വന്നതിൽ. ടൂറ് പോവാനും എന്ത് കാര്യത്തിനാണെങ്കിലും ഓല് വിളിച്ചാൽ ഓല് വരാറുണ്ട്. ഉപജീവന പദ്ധതി. ബഡ്സ് സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും കൂടി വിവിധങ്ങളായ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ ബഡ്സ് പുഴക്കാട്ടിരി എന്ന പേരിൽ നിർമ്മിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഹോം ഷോപ്പ് വഴി വിപണനം നടത്തിവരുന്നു. രക്ഷിതാക്കൾക്ക് മതിയായ വരുമാനം ഇതുവഴി ഉറപ്പുവരുത്താനാവും. പുഴക്കാട്ടിരി പഞ്ചായത്തിൻ്റെ കീഴിൽ ബഡ്സ് എന്ന സ്ഥാപനം നടത്തി വരുന്നുണ്ട്. അതിൽ കുറച്ച് രക്ഷിതാക്കൾ കൂടിയിട്ട് 6 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത്.
അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും കൊണ്ടാണ് ഞങ്ങൾക്കുള്ള ജീവിതമാർഗം അവർ ഉണ്ടാക്കി തന്നതാണ്. അതിന് ഞങ്ങൾ ഈ പൊഴക്കാട്ടിരി പഞ്ചായത്തിലെ ഭരണസമിതിയോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഭിന്നശേഷി ദിനമായ 2023 ഡിസംബർ 3 ജംസ് കോളേജിലെ ഡോൾബി തിയേറ്ററിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചു.